നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 17 മുതൽ നവംബർ 1 വരെ നീണ്ടു നിൽക്കുന്ന ശുചിത്വോത്സവം പരിപാടിയുടെ ഭാഗമായി ലോക ടൂറിസം ദിനാഘോഷത്തോടനുബന്ധിച്ച് പറവണ്ണ ബീച്ച് ശുചീകരണ യജ്ഞം നടത്തി. മഞ്ചേരി നോബിൾ വിമൻസ് കോളേജിലെ വിദ്യാർത്ഥിനികൾ പങ്കെടുത്ത ശുചീകരണ പ്രവർത്തനം നേച്ചർ ആൻഡ് ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബും ടൂറിസം ക്ലബ്ബും സംയുക്തമായാണ് സംഘടിപ്പിച്ചത്. വെട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുലയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ബി.പി. GMUP സ്കൂൾ കലോത്സവം ഫെസ്റ്റ തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. പുഷ്പ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സിനിമാ ആർട്ടിസ്റ്റും അമൃത TV സൂപ്പർ സ്റ്റാർ പ്രോഗ്രാം ഗായകനുമായ പാർത്ഥി വിശ്വനാഥിന്റെ പാട്ടുകളും അരങ്ങേറി. 3 വേദികളിലായി നടന്ന വിവിധ കലാമത്സരങ്ങളിൽ 300ഓളം കലാപ്രതിഭകളുടെ പരിപാടികൾ അരങ്ങേറി. പ്രവർത്തന മികവിലും ഗുണനിലവാരത്തിലും ഏറെ മുന്നോട്ട് നിൽക്കുന്ന ജില്ലയിലെ കുടുംബശ്രീക്ക് കരുത്തായി ISO അംഗീകാരം. ISO അംഗീകാര പ്രഖ്യാപനം കായിക വകുപ്പ് മന്ത്രി വി. അബ്ദുറഹിമാൻ നിർവഹിച്ചു. 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണം GBHS തിരൂരിൽ നടന്നു. യോഗം കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷൻ പദ്ധതിക്ക് കീഴിൽ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് വകുപ്പ് മന്ത്രി വി. അബ്ദുറഹിമാൻ നിർവഹിച്ചു. സ്കൂളിനായി 7 കോടി രൂപ ചെലവിട്ട് സിന്തറ്റിക് ട്രാക്കും ടർഫും നിർമ്മിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ ബാങ്കുകൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ്. ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓപ്പൺ ഓഡിറ്റോറിയം, ക്രിയേറ്റീവ് കോർണർ, നവീകരിച്ച ഹൈസ്കൂൾ ബ്ലോക്ക്, സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ, വാട്ടർ കിയോസ്ക് തുടങ്ങിയവ ഉദ്ഘാടനം ചെയ്തു. സഫലം 2K25 എന്ന പേരിൽ നടത്തിയ പരിപാടി KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. പൊന്നാനിയുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പെരുമ വിളിച്ചോതുന്ന പൊന്നാനി കൾച്ചറൽ ഫെസ്റ്റ് 2025 സെപ്റ്റംബർ 27 എരമംഗലത്ത് തുടക്കം കുറിക്കും. കോളാടി ബാലകൃഷ്ണൻ അനുസ്മരണം റവന്യൂ മന്ത്രി K. രാജൻ, EK ഇമ്പിച്ചിവാവ അനുസ്മരണം കായിക വകുപ്പ് മന്ത്രി വി. അബ്ദുറഹിമാൻ, ചിത്രൻ നമ്പൂതിരിപ്പാട് അനുസ്മരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു എന്നിവർ ഉദ്ഘാടനം ചെയ്യുമെന്ന് P. നന്ദകുമാർ MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തിരൂർ ജില്ലാ ആശുപത്രിയിലെ സെക്യൂരിറ്റി, ക്ലീനിംഗ് സ്റ്റാഫുകളെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് ആശുപത്രിക്ക് മുൻപിൽ തൊഴിലാളികൾ ധർണ സംഘടിപ്പിച്ചു. CITUവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം അഡ്വക്കേറ്റ് S. ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. തിരൂർ തുഞ്ചൻ വിദ്യാരംഭം കലോത്സവത്തിൽ പച്ചാട്ടിരി ഗ്രാമബന്ധു സമ്മേളന നൃത്തവിദ്യാലയത്തിലെ കുട്ടികളും ഗ്രാമബന്ധു വനിതാവേദി അംഗങ്ങളും ചേർന്ന് ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ നൃത്തങ്ങൾ, തിരുവാതിരക്കളി, തെയ്യം, തുമ്പിത്തുള്ളൽ എന്നീ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അവതരിപ്പിച്ചു. 62 കലാകാരികൾ പങ്കെടുത്ത മെഗാ ഷോയാണ് അരങ്ങേറിയത്. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും വേണ്ടി കിൻഷിപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് പ്രവാസി വ്യവസായിയായ ഡോക്ടർ C. അൻവർ അമീൻ. കിൻഷിപ്പിൽ നടന്ന സ്നേഹ സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പറവണ്ണ GMUPS 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ തല കലോത്സവം വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് മല്ലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രശസ്ത ഗായകനും ഗവേഷകനുമായ അനീഷ് മണ്ണാർക്കാടിനെ വെട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുലയിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കഴിഞ്ഞ 20 വർഷക്കാലമായി തിരൂരിലെ കലാസാംസ്കാരിക മേഖലയിൽ സജീവ സാന്നിധ്യമായ തിരൂരിലെ കുടുംബ കൂട്ടായ്മയായ ആക്ട് തിരൂരിന്റെ 18ാമത് ആക്ട് നാടകമേളയോടനുബന്ധിച്ച് സ്വാഗത സംഘം രൂപീകരിച്ചു. തിരൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ P. രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ലോക ഹൃദയദിനത്തിന്റെ ഭാഗമായി പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികളുടെ രക്ഷിതാക്കൾക്കും ബാലജ്യോതി ക്ലബ് അംഗങ്ങൾക്കുമായി സാന്ത്വന സ്പർശം എന്ന പേരിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. MTA പ്രസിഡന്റ് TV സുനീറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൈക്കോളജിസ്റ്റും ORC ട്രെയിനറുമായ ശാരിക രാംദാസ് ക്ലാസ് നയിച്ചു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.